ഗാനം കേട്ട് കൈതൊഴാ. കമുകം ചേരിയിൽ ശിവദേവാ ശംഭു കൈലാസേശ്വര മുക്കണ്ണ കാട്ടാള വേഷം പൂണ്ട നീ എന്നിൽ കനിയണേ നിത്യം കൈതൊഴാ. ഒന്നായ ഭവാനല്ലയോ പിന്നെ മൂന്നായി വേർപിരിഞ്ഞതും, മൂന്നു ക്ഷേത്രത്തിൽ മൂന്നു പീഠത്തിൽ മൂലോക നാഥ കൈതൊഴാ. കമുകം ചേരിയിൽ ശിവദേവാ ശംഭു കൈലാസേശ്വര മുക്കണ്ണ കാട്ടാള വേഷം പൂണ്ട നീ എന്നിൽ കനിയണേ നിത്യം കൈതൊഴാ. കമുകം ചേരിയിൽ ശിവദേവാ ശംഭു കൈലാസേശ്വര മുക്കണ്ണ കാട്ടാള വേഷം പൂണ്ട നീ എന്നിൽ കനിയണേ നിത്യം കൈതൊഴാ. കമുകഞ്ചേരി തിരുവിളാങ്കോനപ്പൻ ക്ഷേത്രം നമ്മുടെ കേരളത്തിലെ തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പീഠത്തിൽ തന്നെ ശ്രീ മഹാദേവനെയും ശ്രീ പാർവതിയെയും അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വേട്ടയ്ക്കൊരു മകനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേരളത്തിലെ വളരെ അപൂർവം പ്രതിഷ്ഠകളിൽ ഒന്നാണ്. ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അനവധി അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ മൂലസ്ഥാനങ്ങളായിട്ട് മറ്റു 2 ക്ഷേത്രങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുക. അവിടെയൊക്കെ ഈ രീതിയിൽ തന്നെയാണ് ദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മൂന്നാമത് വന്നിരുന്ന സ്ഥലമാണ് ഈ കമുകഞ്ചേരി എന്ന് പറയുന്ന ഈ സ്ഥലത്ത്. ഇവിടെ തിരുവിളാങ്കോനപ്പൻ എന്ന് പറയുന്ന ഈ മഹാക്ഷേത്രം ഭക്തരുടെ ഏത് അഴൽ മാറ്റിയെടുക്കുന്നതിനും വേണ്ടി ഭഗവാൻ എപ്പോഴും കനിഞ്ഞനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ശിവങ്കരം, തിരുവിളങ്ങോനപ്പന്റെ ആദിമൂലസ്ഥാനം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് യോഗീശ്വരൻ ഭഗവാനെ ഇവിടെയാണ് കുടിയിരുത്തിയത്. ഇവിടെ ജീർണിച്ച് തകർന്നു കിടക്കുന്ന ക്ഷേത്രം നിർമ്മിച്ചത് കൊല്ലവർഷം 1090-നും 1099-നും ഇടയ്ക്കാണ്. അക്കാലത്ത് ഇവിടെ നിത്യപൂജ ഉണ്ടായിരുന്നതായും ക്ഷേത്രത്തിലെ കഴകവൃത്തിക്ക് നിയോഗിച്ചിരുന്ന അമ്പലവാസികൾ ക്ഷേത്ര പരിസരത്ത് താമസിച്ചിരുന്നതായും പഴമക്കാർ പറയുന്നു. ക്ഷേത്രത്തിൽ കൽപ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നത്. കാഞ്ഞിരച്ചുവട്ടിലെ വലിയ ഒറ്റക്കൽ പീഠത്തിൽ നന്ദികേശ്വരനെയാണ് ആവാഹിച്ചിരിക്കുന്നത്. തെക്കുവശത്ത് ആറ്റിലേക്കിറങ്ങാനുള്ള കൽപ്പടവുകൾ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. എങ്കിലും തിരുവിളങ്ങോനപ്പന്റെ ആദിമൂല സ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നാടിനൊട്ടും ഭൂഷണമല്ല എന്നേ പറയേണ്ടതുള്ളൂ. ഇതിന്റെ പുനരുദ്ധാരണത്തിന് ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.